പരിശുദ്ധ ദൈവപിതാവിനും പുത്രനായ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് മേരി ജെയിൻ. ഞാൻ 2019 ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ഉടമ്പടിയിലാണ് ജീവിക്കുന്നത്. ഇത് എൻ്റെ 16ാമത്തെ ഉടമ്പടി പുതുക്കലാണ്. ഞാൻ ഈ നാളെത്രയും എനിക്ക് ഈ ഉടമ്പടികളിലൂടെ ലഭിച്ച അനുഗ്രഹങ്ങളാണ് ഞാൻ ആദ്യം പറയുന്നത്. വെഞ്ചിരിച്ച ഉടമ്പടി ഉപ്പ് ഉപയോഗിച്ച് ലഭിച്ച അനുഗ്രഹമാണ് ഞാൻ ആദ്യം സാക്ഷ്യപ്പെടുത്തുന്നത്. ഞങ്ങളുടെ വീട് റോഡരികിലാണ്. കാണ പോകുന്നതിന് കുറച്ച് താഴെയാണ് ഞങ്ങളുടെ റോഡ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മഴ പിടിച്ചു കഴിയുമ്പോൾ കാണയിൽ വെള്ളം നിറയുകയും ഞങ്ങളുടെ റോട്ടിലേക്ക് ഇത് വലിയ പ്രവാഹമായിട്ട് ഒഴുകി വരികയും ഈ മലിനജലം ഞങ്ങളൊരു 10 വീട്ടുകാരുണ്ട് അവിടെ എല്ലാവരുടെയും വീടുകളിൽ തന്നെ ഇത് കയറുകയും ഭയങ്കരം അവിടെ നിന്ന് മാറി താമസിക്കേണ്ടി വരികയും ചെയ്യുന്നു. ഞങ്ങൾ ആലുവയിൽ പറവൂർക്കവലയിലാണെങ്കിലും ഈ പ്രശ്നം ഞങ്ങളെ വലുതായി അലട്ടിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളവിടെ വീട് വാങ്ങി താമസിക്കുന്നത് 1992 മുതൽ താമസിക്കുന്നതാണ്. ഈ നാളത്രയും കഴിഞ്ഞ വർഷം ഭയങ്കരമായ വെള്ളം, ഒരുപാട് മഴ തോരാതെ പെയ്തുകൊണ്ട് ഭയങ്കര പ്രശ്നമായി. വെള്ളം എല്ലായിടത്തും കയറി. അത് ഈ മലിനജലമാണ് കയറുന്നത്. അതിന് ഒരു പരിഹാരമില്ലാതെ വിഷമിച്ച് ഏറ്റവും അവസാനം ഞങ്ങൾ കളക്ടറുടെ പ്രത്യേക അനുവാദം വാങ്ങി കാണയിലേക്ക് വെള്ളം ഒഴുകിപ്പോകുന്ന ഒരു വഴിയുണ്ട്. അത് തുറന്നു നോക്കാൻ ഓർഡർ ഇട്ട് അവിടെ ചെന്ന് തുറന്നു കഴിഞ്ഞപ്പോൾ ഈ ഫോണിൻ്റെ കേബിളുകളെല്ലാം പോയിട്ട് അതിലൂടെ ഒരു തുള്ളി വെള്ളം പോലും അങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ റോഡിൻ്റെ അപ്പുറത്തെ സൈഡ് അവർ പോയി തുറന്നു. അവിടെയും അത് തന്നെ സ്ഥിതി. അവർ ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞ് ഈ തുറന്നതെല്ലാം മൂടാൻ തുടങ്ങിയാണ്. അപ്പം ഞാൻ ഈ ഉടമ്പടിയിലായിരിക്കുമ്പോൾ എവിടെ പോയാലും എൻ്റെ കയ്യിൽ ഉടമ്പടി ഉപ്പുണ്ടാകും. ഞാൻ എൻ്റെ കയ്യിൽ അതെടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര സങ്കടമായി. അവരത് മൂടിക്കഴിഞ്ഞ് പോയാൽ എന്തു ചെയ്യും? ഞാൻ ഉടനെ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ കൂടെ താമസിക്കുന്നവരൊക്കെ ഉണ്ട്, അവരുടെ മുന്നിൽ ഞാൻ ഈ ഉടമ്പടി ഉപ്പെടുത്തിട്ട് അതിലിട്ട് അമ്മയോട് പ്രാർത്ഥിച്ചു. അമ്മ ഇവരിത് അടക്കുകയാണ്, പക്ഷേ അമ്മ എന്തെങ്കിലും ഒരു വഴി തന്നിട്ട് ഈ മലിനജലം ഞങ്ങളുടെ വീടുകളിലേക്ക് ഇനി കയറാൻ പാടില്ലെന്ന് പ്രാർത്ഥിച്ചു. ഞാൻ അവിടെ നിന്ന് പോന്നു. പിറ്റേ ദിവസം ആണ് ഞങ്ങൾക്ക് ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടുന്നത്. കാണയിലൂടെയല്ല ഈ വെള്ളം റോട്ടിലേക്ക് ഇറങ്ങണത്, മെയിൻ റോട്ടിൽ നിന്ന് തന്നെ ഇങ്ങോട്ട് ഇറങ്ങുകയാണെന്നുള്ളത് അന്നേരമാണ് മനസ്സിലായത്. ഇത്ര നാൾ ഞങ്ങൾക്കത് മനസ്സിലായില്ലായിരുന്നു. അത് കണ്ടപ്പോൾ വേഗം അവിടെ അതിൻ്റെ ഫ്രണ്ടിൽ ഒരു ഹമ്പ് ഉണ്ടാക്കി. ഇപ്പോൾ മഴ പെയ്താൽ ഒരു തുള്ളി വെള്ളം ഞങ്ങളുടെ റോട്ടിലേക്ക് ഇറങ്ങില്ല. അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി അത് വലിയ കാര്യമായിട്ട് എടുക്കുകയും ഞങ്ങളുടെ ആ വഴിയിലെ ഒരു 3 മഴക്കുഴികൾ ഉണ്ടാക്കി തന്ന് ആ പ്രശ്നം ഒരു വലിയ പരിഹാരം കിട്ടി. ഞങ്ങൾക്ക് അനുഗ്രഹമായി. എൻ്റെ കൂടെയുള്ളവർക്കും വിശ്വാസമായി. ഉടമ്പടി ഉപ്പ് നമ്മൾ വിശ്വാസ പ്രമാണം ചൊല്ലിയിടുമ്പോൾ അവിടെ അമ്മ തന്നെയാണ് സന്നിഹിതയാവുന്നത്. അച്ഛൻ പറഞ്ഞതുപോലെ, അച്ഛൻ ഉടമ്പടി ക്ലാസ്സിൽ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഇതെങ്ങനെ പരിഹരിക്കാമെന്നുള്ള ജ്ഞാനം അമ്മയ്ക്കാണുള്ളത്. അമ്മ അത് ചെയ്യും. അതുപോലെ തന്നെ വേറെ ഈ അടുത്ത് തന്നെ ഉണ്ടായത്, ഞങ്ങളുടെ കാറ് ലോണിലാണ് 2016 വാങ്ങിയത്. ലോൺ ക്ലോസ് ചെയ്യുമ്പോൾ നമ്മൾ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണം. ഹൈപ്പോത്തിക്കേഷൻ ക്യാൻസൽ ചെയ്യണമെങ്കിൽ അത് വേണം എന്നറിയാൻ പാടില്ലായിരുന്നു. ഞാനത് വാങ്ങിയില്ലായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് ഇവിടെ ഇല്ലായിരുന്നു, ജോലി ചെയ്തിരുന്നത് പുറത്തായിരുന്നത് കൊണ്ട് എനിക്കറിയില്ലായിരുന്നു. ഞാൻ വാങ്ങിയില്ല. ഇപ്പോഴത് ടെസ്റ്റിൻ്റെ സമയമായപ്പോഴാണ് ഇത് എടുക്കുന്നത്. അപ്പോൾ ഇത് വാങ്ങാൻ വേണ്ടി ബാങ്കിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ 10 വർഷമായി ആ ബാങ്ക് അവിടെ നിന്ന് മാറി. ആ മാനേജർ പറഞ്ഞു എനിക്കിത് തരാൻ പറ്റില്ല, ഇനി ഇതിൻ്റെ ഒരു സെക്ഷൻ ഉണ്ട്, ഇതിൻ്റെ ഹെഡ് ഓഫീസിലേക്ക് ഒരു ആപ്ലിക്കേഷൻ അയക്കാം, അവർ പറയണത് പോലെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ്. അപ്പം ഇത് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ ആൾക്കാർ പറഞ്ഞു ഇത്രയും നാളായിട്ട് വാങ്ങിയില്ലേ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇതൊരു ഗൗരവ വിഷയമാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ എൻ്റെ കയ്യിൽ എൻ്റെ ഉടമ്പടി ഉപ്പെടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ പോണ വഴിയിൽ ആ സ്റ്റെയർ കേസിൻ്റെ സൈഡുകളിലൊക്കെ ഇട്ട് മാനേജറിൻ്റെ അടുത്ത് ചെന്നപ്പോൾ അയാൾ ഭയങ്കര സീരിയസ്
ചേട്ടൻ എന്നെ നോക്കണമില്ല, ഒന്നുമില്ല. ഒരു മണിക്കൂർ ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു. അതിന് ശേഷം ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു ഇത് എനിക്ക് പറ്റൂല എന്ന്. അപ്പോഴാണ് എന്നോട് പറയണത്. അങ്ങനെ ഞാൻ ഈ ഉടമ്പടി ഉപ്പ് അവിടെ വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് പ്രാർത്ഥിച്ചിട്ട് പോന്നു. 2 ദിവസം കഴിഞ്ഞ് ഞാൻ ആ മാനേജറെ വിളിച്ചു, സാറേ എൻ്റെ ആപ്ലിക്കേഷൻ അയച്ചോ എന്നറിയാൻ. അപ്പോൾ ആ സാറ് എന്നോട് വളരെ സൗമ്യമായി പറയണം, ഞാൻ തന്നെ അത് എഴുതിത്തരാം, നിങ്ങൾ ആ ബാങ്കിൻ്റെ പാസ്ബുക്ക് ക്ലോസ് ചെയ്തതൊന്ന് കൊണ്ടുവന്നാൽ മതിയെന്ന്. അങ്ങനെ അന്ന് തന്നെ ആ സാർ അത് എനിക്ക് ഒപ്പിട്ട് തരികയും ആ പ്രശ്നം അവിടെ പരിഹരിക്കുകയും ചെയ്തു. അത് ഈ ഉടമ്പടി ഉപ്പ് ഞാൻ പറഞ്ഞില്ല, വിശ്വാസ പ്രമാണം ചൊല്ലി നമ്മൾ എവിടെ ഇട്ടാലും ഉടമ്പടിയിൽ ജീവിക്കുന്നവർക്ക് മാതാവ് നമ്മൾക്കതിന് അനുഭവം തരും. 2ാമത്തെ തെളിവ് ആണത്. അതുപോലെ ഉടമ്പടി തൈലം എൻ്റെ ഈ വലത് പിരികത്തിൻ്റെ മുകളിലൊരു വെളുത്ത പാട് 2 ചുറ്റിനും വരാൻ തുടങ്ങി. അപ്പം ഞാൻ സ്കിൻ ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നപ്പോൾ അയാൾ ഒരു ഓയിൽമെൻറ്റ് തന്നിട്ട് പറഞ്ഞു ഇത് പാണ്ടല്ല, അങ്ങനെയാണ് പറഞ്ഞത് അയാൾ. അങ്ങനെ പറഞ്ഞു. ഞാനതിവിടെ വീട്ടിൽ കൊണ്ടുവന്ന് ഈ ഓയിൽമെൻറ്റ് പുരട്ടി തുടങ്ങി. കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഈ പാട് വളരെ വൈറ്റാകാൻ തുടങ്ങി. അപ്പോൾ നേരത്തെ ഉള്ളതിലും ആൾക്കാർക്ക് കാണുന്ന വിധമായി. അപ്പോൾ ഞാനത് അവിടെ സ്റ്റോപ്പ് ചെയ്ത്, എന്നിട്ട് ഞാൻ ഓർത്ത് എൻ്റെ കയ്യിൽ ഉടമ്പടി തൈലം അല്ലേ ഇരിക്കുന്നത്. ഞാൻ ഉടമ്പടി തൈലം എടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി എൻ്റെ പുരികത്ത് മുകളിൽ ചുറ്റും പുരട്ടാൻ തുടങ്ങി. 10 ദിവസം പുരട്ടിയപ്പോൾ തന്നെ അത് മങ്ങി തുടങ്ങി. ഇപ്പോൾ യാതൊരു കളർ വ്യത്യാസവുമില്ല. നിങ്ങൾക്ക് നോക്കിയാൽ കാണാവുന്നതാണ്. ഒരു കളർ വ്യത്യാസമില്ലാതെ എൻ്റെ ആ ഒരു പ്രശ്നം അമ്മ വഴി പരിഹരിക്കപ്പെട്ടു. അപ്പോൾ ഉടമ്പടി ജീവിക്കുന്നത് കൊണ്ട്, ഈ ഇത്രയും നാളത്തെ ജീവിതം കൊണ്ട് എനിക്ക് മനസ്സിലായത്, പുറപ്പാട് 17:1 അബ്രഹാത്തെ ദൈവം വിളിക്കുന്നുണ്ട്, എൻ്റെ മുൻപിലായിരിക്കുക, കുറ്റമറ്റവനായിരിക്കുക എന്ന്. ഞാനിപ്പോൾ ചിന്തിക്കുമ്പോൾ ഈ 2019 എനിക്കും അത് തന്നെയല്ലേ സംഭവിച്ചതെന്ന് ചിന്തിക്കാറുണ്ട്. 55 വയസ്സായപ്പോൾ എന്നെ ഒരു ചേച്ചി കൃപാസനം പത്രം വീട്ടിൽ കൊണ്ടുവന്ന് തന്ന് എന്നെ വിളിച്ചു. അത് വിളിച്ചത് ഇതിനാണ്, എൻ്റെ മുൻപിലായിരിക്കാനും കുറ്റമറ്റവനായിരിക്കാനുമാണ്. അതാണ് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത്. ഇടത്തോട്ടും വലത്തോട്ടും തിരിഞ്ഞ് വഴിതെറ്റി നടന്നിരുന്ന ഞാൻ ഇന്ന് ഈശോയുടെ മുൻപിൽ ജീവിക്കാൻ എനിക്ക് സാധിക്കുന്നു. ഞാൻ എൻ്റെ 2 ആഴ്ച കൂടുമ്പോൾ എൻ്റെ കുമ്പസാരം ഞാൻ എല്ലാം കൃത്യമായി നടത്തും. എല്ലാ ദിവസവും ഞാൻ കുർബാന അർപ്പിക്കും. കൂടെയല്ല ചെയ്യണം, അർപ്പിക്കുകയാണ്. ഇപ്പോൾ അനുഭവമാണ് എനിക്ക് പരിശുദ്ധ കുർബാന. അത് ഞാൻ എല്ലാ ദിവസവും ചെയ്യുന്നു. പിന്നെ എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ ഉടമ്പടിയിലായിരിക്കുന്നവർ കേൾക്കുന്നെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും അച്ഛൻ്റെ ഒപ്പം അനുഗ്രഹ പ്രാർത്ഥന കൂടണം. കാരണം അത് ഒരു വലിയ അനുഗ്രഹമാണ്. ഞാൻ പല പ്രതിസന്ധികളിലും ആയിരിക്കും ചില ദിവസം, അന്ന് അച്ഛൻ അതായിരിക്കും പ്രാർത്ഥിക്കുന്നത്. എൻ്റെ അനുഭവത്തിൽ ഞാൻ പല പ്രാവശ്യം അത് അനുഭവിച്ചു. മകൻ്റെ വർക്ക് പെർമിറ്റ് കൊടുത്തപ്പോൾ എന്നോട് പറഞ്ഞു, അമ്മ അതിൻ്റെ മെയിൽ ഇന്ന് 24 മണിക്കൂറിനുള്ളിൽ കിട്ടിയില്ലെങ്കിൽ എനിക്ക് ജോലി കയറാൻ പറ്റൂലെന്ന് പറഞ്ഞു. അപ്പം ഞാനത് തലേ ദിവസം അച്ഛനിവിടെ പ്രാർത്ഥിച്ചപ്പോൾ ഞാനത് പ്രാർത്ഥിച്ച് നിൽക്കുമ്പോൾ അച്ഛൻ പറയണ്, ഇട്ടന്ന് തന്നെ മുളയെടുക്കുമെന്ന് വചനം. അപ്പോൾ എനിക്ക് മനസ്സിലായി അവന് ഇന്ന് തന്നെ അത് കിട്ടും. അതുപോലെ തന്നെ അന്ന് വൈകുന്നേരം അവന് മെയിൽ ലഭിച്ചു. അങ്ങനെ അനുദിന അനുഗ്രഹ പ്രാർത്ഥന 5:30 മണിക്ക് എഴുന്നേറ്റ് കൂടിയാൽ നിങ്ങൾക്കും നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഉത്തരം ലഭിക്കും. ഒത്തിരി പ്രശ്നങ്ങളുള്ളവരാണ് നമ്മൾ, പക്ഷേ നമ്മൾക്ക് ധൈര്യവും സഹായവും നൽകുന്ന ഒരു ശുശ്രൂഷയാണത്. ഒരു പുറപ്പാട് അനുഭവമല്ലേ സഹോദരങ്ങളെ ഇത്? നമ്മൾ പഴയ നിയമത്തിൽ നോക്കുമ്പോൾ മോശയുടെ നേതൃത്വത്തിൽ കാനാൻ ദേശത്തിലേക്ക് പോയിരുന്ന ദൈവജനം, അതുപോലെ തന്നെയല്ലേ ഈ ഉടമ്പടി അമ്മ ബഹുമാനപ്പെട്ട ജോസഫച്ചന് കൊടുത്തത്. ഈ ഉടമ്പടിയിലൂടെ സഞ്ചരിക്കുന്നത്, അച്ഛൻ്റെ നേതൃത്വത്തിൽ നമ്മൾ സഞ്ചരിക്കുന്ന കാനാൻ ദേശം സ്വർഗമാണ്. സ്വർഗത്തിൽ പോകാൻ പറ്റും, സ്വർഗത്തിൽ പോകണം എന്ന് എനിക്കിപ്പോൾ ചിന്തിക്കാൻ പറ്റുന്നത് ഞാൻ ഈ ഉടമ്പടിയിലായിരിക്കുന്നത് കൊണ്ടാണ്. സ്വർഗം എന്തോ അപ്രാപ്യമായൊരു വസ്തുവായിരുന്നു അതിന് മുൻപ്. പക്ഷേ ഇപ്പം എനിക്ക് മനസ്സിലായി സ്വർഗത്തിൽ പോകാൻ എനിക്കും പറ്റും. ആ ഒരു രീതിയിലേക്ക് എൻ്റെ ജീവിതം മാറ്റാൻ ഈ ഉടമ്പടിക്ക് സാധിച്ചു. ഞാൻ പണ്ട് ഭയങ്കര ഭയവും നിരാശയും ഒക്കെ ഉള്ള ആളായിരുന്നു. ഇപ്പം എനിക്ക് ഭയമേ ഇല്ല എന്ന് വിചാരിച്ച് പ്രശ്നങ്ങളില്ലല്ലോ. 100 പ്രശ്നങ്ങളുണ്ടെങ്കിലും എനിക്ക് ഭയമില്ല, പ്രത്യാശയുണ്ട്. ആരും എൻ്റെ കൂടെ നടന്ന് എന്നെ സഹായിക്കുന്നു, പിടിച്ചു നടത്തുന്ന അനുഭവമാണ് ഉടമ്പടിയിൽ എനിക്ക് ഈ നാളത്രയും അനുഭവിക്കാൻ കഴിഞ്ഞത്. അതുപോലെ ഉടമ്പടിയിൽ ആയിരിക്കുമ്പോൾ
ഞാൻ ഇത്രയും നാൾ ഉടമ്പടിയിൽ ജീവിച്ചു, ഇനിയും എനിക്ക് എൻ്റെ ജീവിതകാലം മുഴുവൻ ഇതിൽ ജീവിക്കണമെന്നാണ് ആഗ്രഹം. എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഇവിടെ നിന്ന് കിട്ടുന്ന കൃപാസനം പത്രം ഞാൻ എല്ലാ വഴികളിലും റോഡുകളിലൂടെ പല ദിക്കുകളിലേക്കും പോയി, ഓരോ പ്രാവശ്യം പോയ ദിക്കിൽ പിന്നെ പോകില്ല, പോയി ഓരോരുത്തരോടും പറഞ്ഞു കൊടുക്കും. ചിലർ വളരെ നല്ല അനുഭവത്തോടെ അത് വാങ്ങിക്കും, ചിലർ നമ്മളെ കളിയാക്കും. ഒരു മകൻ ഒരു പ്രാവശ്യം പറയും, ഒരു വീട്ടിൽ കയറി ചെന്നപ്പോൾ ആ മകൻ പറഞ്ഞ്, കൃപാസനം എനിക്കറിയാം, കൃപാസനത്തിൽ മാതാവ് ഉണ്ടായിരുന്നില്ലെന്ന്. അത് പഴയ നിയമത്തിലെ കൃപാസനം അയാളപ്പോൾ വായിക്കുന്ന ആളാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ ആ ചേട്ടനോട് പറഞ്ഞ്, ശരിയാണ് ചേട്ടാ, പക്ഷേ കലവൂര ആലപ്പുഴയിലെ കൃപാസനത്തിൽ അമ്മയുണ്ട്, ചേട്ടൻ പോയി നോക്കിയാൽ അറിയാൻ പറ്റും എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് പോന്നു. അതുപോലെ ഒരു പ്രാവശ്യം ഒരു ചെറിയ യുവാവ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ്, ചേച്ചി എനിക്കൊരു 6 പേപ്പർ തന്നെ, കാരണം എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഇത് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട് ഞാൻ 6 പേപ്പർ അവർക്ക് കൊടുത്തു. അതുപോലെ നല്ല അനുഭവവും ചീത്ത അനുഭവവും കളിയാക്കലും പലതും കേൾക്കാറുണ്ട്, പക്ഷെ അതൊന്നും എനിക്കൊരു വിഷയമല്ല. ആദ്യം ഞാൻ ഇതെങ്ങനെ കൊടുക്കുമെന്ന് ഓർത്തിരുന്ന ഞാൻ ഇന്ന് ഒരു ഉടമ്പടിയിൽ 9 കെട്ട് പേപ്പർ മിനിമമാണ്, അത് 11ഉം 20ഉം കെട്ടും വരെ കൊടുത്ത ഉടമ്പടികൾ എനിക്കുണ്ടായിട്ടുണ്ട്. ഞാൻ കന്നഡയിലും ഇംഗ്ലീഷിലും ഒക്കെ പേപ്പർ കൊടുത്തിട്ടുണ്ട്. കന്നഡയിൽ മോൻ പഠിച്ചിരുന്ന സമയത്ത് അവിടെയുള്ള പേപ്പർ കന്നഡ പള്ളികളിലും ആൾക്കാർക്കും ആശുപത്രികളിലൊക്കെ കൊടുത്തിട്ടുണ്ട്, ഇംഗ്ലീഷിലും കൊടുത്തിട്ടുണ്ട്. എനിക്ക് അതൊരു വലിയ ഇപ്പം ഇന്ന് ഇവിടെ നിന്ന് പേപ്പർ വാങ്ങിയാൽ ഞാൻ നാളെ തന്നെ അത് കൊടുക്കാൻ ഇറങ്ങുകയാണ്, ബാക്കി കാര്യം അവിടെ കിടക്കും. എന്നിട്ട് ഞാൻ ഒരു പ്രാവശ്യം എൻ്റെ ഹസ്ബൻഡ് ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് വീട്ടിൽ കൊണ്ടുവന്ന് കിടത്തിയേക്കാണ്. ഞാൻ ഈ ഉടമ്പടി പേപ്പർ തലേദിവസം ഒന്ന് പുതുക്കിയതാണ്. അപ്പം അമ്മ എന്നെ ഓർമ്മിപ്പിച്ച് ഈ മനുഷ്യനെ കൊണ്ടുപോയി ഞാൻ ഹെൽത്ത് ചെക്കപ്പ് നടത്തി വന്നപ്പോൾ ബ്ലോക്ക് ഉണ്ട്. അങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ ഈ മനുഷ്യനെ അവിടെ കിടത്തിയിട്ട് എൻ്റെ ഉടമ്പടി പത്രം കൊടുക്കാൻ പോയി. 1.5 മണിക്കൂർ കൊണ്ട് ഞാൻ ഒരു റോട്ടിൽ കൂടെ നടന്ന് ഇത് കൊടുത്ത് തിരിച്ചു പോകുന്നു. അതൊരു വലിയ ഹരമാണ് എനിക്ക്. ഒത്തിരി മക്കൾ അതിലൂടെ രക്ഷപ്പെടുന്നുണ്ട്, ഒത്തിരി മക്കൾ അതിലൂടെ ദൈവസ്നേഹം അറിയുന്നുണ്ട് എന്ന് എനിക്കറിയാം. ഞാൻ അതുകൊണ്ടാണ് ഇന്നിവിടെ നിൽക്കുന്നത്. അതുപോലെ എൻ്റെ കാരുണ്യപ്രവൃത്തി എന്ന് പറയുന്നത്, ഞാൻ കാരുണ്യപ്രവർത്തനത്തിന് പോകുന്നത് ഒരു അസീസി ഭവൻ, കോട്ടപ്പുറം രൂപതയുടെ കീഴിലുള്ള ഒരു ഓൾഡ് ഏജ് ഹോമാണ്. അവിടെയുള്ള മക്കൾ മാനസികമായും ശാരീരികമായും വൈകല്യം അനുഭവിക്കുന്ന വൃദ്ധരായ ആൾക്കാരും ചെറുപ്പക്കാരും ഉണ്ട്. അവർക്ക് മാനസികമായും വൈകല്യമുണ്ട്. അവരെ ശുശ്രൂഷിക്കാൻ ഞാൻ എല്ലാ ആഴ്ചയിലും പോകും. അവരെ ഡയപ്പറൊക്കെ കെട്ടിയാണ് നമ്മൾ കിടത്തണത്. പിറ്റേ ദിവസം പോയി അവരെ കുളിപ്പിക്കും. അവരെല്ലാ വൃത്തികേടുകളായിട്ടായിരിക്കും കിടക്കണം, എന്നാലും അവരെല്ലാം കുളിപ്പിച്ച് അവരുടെ ആ ഒരു ചിരിയുണ്ടല്ലോ, അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു അനുഭവം, ഇത്രയും നാൾ നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കാത്തൊരനുഭൂതിയാണ്. ചില സമയത്ത് എനിക്ക് സങ്കടം വരാറുണ്ട്, ഈശോയുടെ ഒരവസ്ഥ എന്നെനിക്ക് തോന്നാറുണ്ട്. ആരും നോക്കാതെ അവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നവരാണ് അവർ. അതുപോലെ അവിടെ ഉള്ള സിസ്റ്റേഴ്സ് അവർക്ക് പണം ലഭിക്കാൻ ഒരു മാർഗമില്ലാത്തവരാണ്. വേറെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം അങ്ങനെയൊന്നുമില്ല. അപ്പം നമ്മളെപ്പോലെയുള്ള മക്കൾ ദശാംശവും നമ്മുടെ ശരീരം കൊണ്ടുള്ള അധ്വാനവും ഒക്കെയാണ് അവർക്ക് കൊടുക്കാൻ പറ്റുന്നത്. അപ്പം ഞാൻ അവർക്ക് സാധനങ്ങൾ വാങ്ങിക്കൊടുത്തും സഹായിക്കാറുണ്ട്. ഞാൻ അവിടുത്തെ ഒരു ആളായി തീർന്നേക്കാണ് ഇപ്പോൾ. എൻ്റെ ഹസ്ബൻഡും എൻ്റെ കൂടെ വരും, എൻ്റെ മോനുണ്ടായിരുന്നപ്പോൾ അവനും വരും. ഞങ്ങൾ കുടുംബത്തോടെ അവിടെ ശുശ്രൂഷ ചെയ്യുന്നവരാണ്. പിന്നെ പഠിക്കാൻ കഴിവില്ലാത്ത 2 മക്കളെ ഞാൻ പഠനത്തിൻ്റെ ഫീസ് കൊടുത്ത് സഹായിക്കുന്നുണ്ട്. 3-4 പേർക്ക് മാസം മരുന്ന് വാങ്ങാൻ വിധവകളായവരെ സഹായിക്കുന്നുണ്ട്. ഇതൊക്കെ എൻ്റെ ഒറ്റ കൈ കൊണ്ടുള്ള പൈസയല്ല, ഞാൻ ആൾക്കാരോടൊക്കെ ചോദിച്ച് നല്ല മനസ്സുള്ളവരെ സഹായിക്കും. അങ്ങനെ ഞാൻ അവർക്ക് ചെയ്തു കൊടുക്കുന്നു. അതൊക്കെയാണ് എൻ്റെ കാരുണ്യപ്രവർത്തികൾ. ഇനി എല്ലാത്തിനും മാതാവിനും ഈശോയ്ക്കും ഞാൻ നന്ദി പറയുന്നു. ഇനിയുള്ള ജീവിതവും ഈ ഉടമ്പടിയിൽ ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ ചൊവ്വാഴ്ച അച്ഛൻ പറഞ്ഞ് ക്ലാസ്സിൽ യോഹന്നാൻ 15:16 ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയല്ല, നിങ്ങളെ ഞാൻ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്, അത് ഫലം പുറപ്പെടുവിക്കുന്നതിനും ആ ഫലം നിങ്ങളിൽ നിലനിൽക്കുന്നതിനും വേണ്ടിയാണെന്ന് പറഞ്ഞതോടുകൂടി എൻ്റെ ഉത്തരവാദിത്തം അവസാനിക്കുന്നില്ല. എൻ്റെ ജീവിത അവസാനം വരെ ഇത് ഉത്തരവാദിത്തപ്പെടുത്തിയേക്കണമെന്നുള്ള ബോധ്യം കൂടി എനിക്ക് ലഭിച്ചു. ഈ ആൾക്കാരയിൽ കയറി നിന്ന് എനിക്ക് ഈശോയെ സാക്ഷ്യപ്പെടുത്താൻ സഹായിച്ച പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും പിതാവിനും ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം നിർത്തുന്നു. സങ്കീർത്തനങ്ങൾ 138:7
കഷ്ടതകളിലൂടെ കടന്നു പോകുന്നെങ്കിലും എൻ്റെ ജീവനെ അവിടുന്ന് പരിപാലിക്കുന്നു. അവിടുത്തെ വലതുകരം എന്നെ രക്ഷിക്കും. എന്നെക്കുറിച്ചുള്ള തൻ്റെ നിശ്ചയം കർത്താവ് നിറവേറ്റും. മേരി ജെയിൻ എന്ന ഈ സഹോദരി തൻ്റെ 7 വർഷത്തെ ഉടമ്പടി ജീവിതത്തിൽ പരിശുദ്ധമ്മ എങ്ങനെ കൈപിടിച്ച് നടത്തുകയും ജീവിത പ്രതിസന്ധികളിൽ സഹായിക്കുകയും വിശ്വാസത്തെ വിശ്വസ്തതയായി പരിവർത്തനം ചെയ്തുകൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി കാരുണ്യ പ്രവൃത്തികളിലൂടെയും പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൂടെയും എങ്ങനെ കൂടുതൽ ഈശോയ്ക്കിഷ്ടമുള്ള മകളായി പരിശുദ്ധമ്മയെപ്പോലെ തീഷ്ണതയുള്ള പ്രേക്ഷിതയായി ജീവിക്കുവാൻ സാധിക്കുന്നു എന്ന് നമ്മുടെ മുമ്പിൽ വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുകയായിരുന്നു. പ്രിയമുള്ളവരെ, കാരുണ്യ പ്രവൃത്തികളിലൂടെ പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെ ദൈവസ്നേഹത്തെ പങ്കുവെക്കുന്നവരാകുവാൻ നമുക്ക് ഈ നാളുകളിൽ പരിശ്രമിക്കാം. സഹോദരി പറയുന്നുണ്ട്, ആകെ മാലിന്യങ്ങൾ പിരണ്ട് കിടക്കുന്ന അനാഥരായ സഹോദരങ്ങളെ ശുചീകരിച്ചെടുക്കുമ്പോൾ അവരുടെ മുഖത്ത് കാണുന്നൊരു പുഞ്ചിരി, അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിർവൃതിയായി എനിക്ക് ഈ നാളുകളിൽ അനുഭവപ്പെട്ടിട്ടുള്ളത്. ഈശോയുടെ പുഞ്ചിരി കാണുന്ന മുഖങ്ങൾ ആ സഹോദരി കണ്ടെത്തുന്നതാണ് സൂചിപ്പിക്കുന്നത്. നമ്മളെ ഒന്ന് പരിശോധിക്കണമേ. എത്രത്തോളം നമുക്ക് വേണ്ടി അല്ലാതെ ജീവിക്കുവാൻ നമുക്ക് പറ്റുന്നുണ്ട്? മറ്റുള്ളവർക്ക് വേണ്ടി എത്ര കണ്ട് എളിമപ്പെടുവാൻ സാധിക്കുന്നുണ്ട്? എത്ര കണ്ട് കാരുണ്യത്തിൻ്റെ പ്രവൃത്തികളിൽ കണ്ണീരിൻ്റെ ജീവിതങ്ങളെ ദൈവത്തിന് വേണ്ടി കരുതലായി സ്വീകരിക്കുവാൻ നമുക്ക് പറ്റുന്നുണ്ട്? നമ്മൾ ഇപ്പോഴും നമുക്ക് വേണ്ടി മാത്രം, നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ സാമ്പത്തിക സുസ്ഥിതിക്ക്, നമ്മുടെ സാഹചര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് അതുമാത്രമാണ് നോട്ടമെങ്കിൽ നമ്മൾ ദുർഭകരായ മനുഷ്യരാണ്, ഭാഗ്യം കിട്ട മനുഷ്യരാണ്. കാരണം ദൈവം നൽകിയ വലിയൊരു ലോകത്തെ കാണുവാൻ കഴിവില്ലാതെ ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് ഉടമ്പടി ജീവിതം ദൈവാത്മാവിനെ നമുക്ക് പങ്കുവയ്ക്കുന്ന പ്രവൃത്തിയാണ്. ദൈവാത്മാവിൻ്റെ തീഷ്ണതയിൽ ലോകത്തിൽ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരാവുക, ദൈവാത്മാവിൻ്റെ പ്രചോദനത്തിൽ എളിയവർക്ക് വേണ്ടി വലിയ ശുശ്രൂഷ ചെയ്യുവാൻ, നമുക്കുള്ളത് പങ്കുവയ്ക്കുവാൻ സന്മനസ്സുള്ളവരാവുക. അതാണ് ഉടമ്പടിയിലൂടെ നമ്മളെ കരുത്തരാക്കുന്നത്. അതാണ് ഉടമ്പടി കത്തുന്നതിന് നമുക്ക് വേഗത്തിൽ കാരണമാകുന്നതും. നിങ്ങൾ വലിയ നിയോഗങ്ങൾക്ക് വേണ്ടി അമ്മയുടെ അരികിൽ എഴുതി സമർപ്പിച്ചിട്ടുണ്ടോ? നിങ്ങൾ വലിയ തീഷ്ണതയോടുകൂടി കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും ചെയ്യുക. സമയച്ചുരുക്കത്തിന് അമ്മ വലിയ പ്രയാസങ്ങൾ നിമിഷ നേരങ്ങൾക്ക് മാറ്റിത്തരുന്നത് അനുഭവിക്കുവാനാവും. അതുകൊണ്ട് ഉടമ്പടി ദൈവത്തിന് പ്രഥമ സ്ഥാനം കൊടുത്ത് ദൈവത്തിൻ്റെ സ്വന്തമാണ് നമ്മളെന്ന് ലോകത്തോട് സധൈര്യം പറയുന്ന ജീവിതക്രമമാണ്. അതിന് നമ്മളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കുടുംബത്തിനും ഈ സഹോദരിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്കും ആത്മീയ ബോധ്യങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.